ഇനി നമുക്ക് സൂംബയുടെ ഒരു 3 മൂമെൻറ്റ്സ് പഠിക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. ഞാനിത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം നീട്ടുന്നില്ല, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് നമ്മുടെ കാലിന്ന് ഒന്നിങ്ങനെ ചരിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് നേരുന്നുണ്ട് ഇതേ പൊസിഷനിൽ ചരിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ കാലിൻ്റെ ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് മൂമെൻറ്റ്സ് വരുന്നത് കാലിൻ്റെ കേട്ടോ. നമ്മൾ നിന്നിട്ട് മാത്രം മൂമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാണ്ട് ചെയ്യുന്നതാണ്. കൈ വരുന്നത് ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് മുകളിലേക്ക്, പിന്നെ താഴെ, മുകളിൽ താഴെ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒന്ന് എടുക്കാം കേട്ടോ. സ്ലോയിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരല് കേട്ടോ. ഉണ്ടോ ഇതേപോലെ. അപ്പോൾ ഞാൻ 10 വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സ്പീഡിലെടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല രസമാണ് എടുക്കാനായിട്ട്. 1 2 3 4 5 6 7 8 9 10. സെയിം തന്നെ നമ്മൾ അപ്രോച്ചും കൊണ്ട് എടുക്കണം കേട്ടോ. കാരണം ഒരു കൈ മാത്രം വർക്കായി പോയല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കാം കേട്ടോ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഇത് നിങ്ങൾക്ക് കാണാൻ പറയില്ല, നമ്മളെ ബോഡി പാർട്സ് കംപ്ലീറ്റ് ഇങ്ങനെ വർക്കാവുന്നുണ്ട്. അപ്പോൾ നല്ല ഉപയോഗമാണ് ഇതൊക്കെ. അങ്ങനെ വയറിൻ്റെ ഭാഗവും നടുവിൻ്റെ ഭാഗമൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉപയോഗങ്ങളാണ്. എൻ്റെ കൈ വർക്കാവുന്നുണ്ട്, മുട്ട് ഏറ്റവും നല്ലതാണ്, മുട്ടിന് അങ്ങനെയൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് സെയിം ഇതുപോലെ ഒന്ന് ചെരിഞ്ഞിരിക്കുക കേട്ടോ. അതിൻ്റെ കാല് സെയിം നേരത്തെ കാണിച്ച പോലെ ചെറുങ്ങനെ ഒന്ന് ഇതേപോലെ ഉണ്ടോ. കൈ വരുന്നത് ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും കേട്ടോ. ഇങ്ങനെ വരും പുറകോട്ട് പിന്നെ മുന്നോട്ട്. അപ്പോൾ നമ്മൾ പുറകിലോട്ട് കൈ നന്നായിട്ട് ബലം കൊടുത്തു വെച്ചാൽ, ബലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ ബലമല്ല, എങ്കിലും നമ്മളൊന്ന് മുറുക്കി പിടിക്കുമ്പോൾ ബലം ഉണ്ടാവുമല്ലോ. വെറുതെ പഞ്ഞി പോലെ ഇടരുത് കണ്ടോ. എങ്കിലേ ശരിക്കും വർക്കാവുള്ളൂ കണ്ടോ. ഇതേപോലെ നമ്മൾ വയറിൻ്റെ അവിടെ ഒന്ന് പിടിക്കുകയോ ചെയ്യേണ്ട നമ്മളിങ്ങനെ ഇത് എടുക്കുമ്പോൾ. ഇതിപ്പോൾ സ്ലോയിൽ കാണിച്ചു തരുക കേട്ടോ. നമ്മൾ വയറാണ് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതായത് മുന്നോട്ട് കൈ എടുക്കുമ്പോൾ, ബാക്കിലോട്ട് എടുക്കുമ്പോൾ ഈ ഭാഗം മുന്നോട്ട് എടുക്കുമ്പോൾ വയറിനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാവേ. 1 2 3 4 5 6 7 8 9 10. ഇനി അതേപോലെ മറുവശം എടുക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. നമ്മൾ വയറിൻ്റെ ഭാഗമൊക്കെ നല്ല രീതി, മേൽവയറൊക്കെ നല്ല രീതിയിൽ വർക്കാവും. നമ്മൾ ആ കൈ ഇങ്ങനെ മുന്നോട്ടെടുക്കുമ്പോൾ നമ്മൾ മേൽവയർ അങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കാമല്ലോ കേട്ടോ. ബാക്കിലോട്ട് കൈ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം അവിടെ നിന്ന് കുറച്ച് ചെസ്റ്റ് ലെവലിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കും കേട്ടോ. മുന്നോട്ടെടുക്കുമ്പോൾ നന്നായിട്ട് വയറിൻ്റെ അവിടെ ഒന്ന് ബലം കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഈ എടുത്തതിനൊന്ന് നമുക്ക് മൂവ്മെൻറ്റ്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് കാല് വരുന്നത്. 1 2 1 2 ഉണ്ടോ. ഇങ്ങനെയാണ് കാല് വരല്. ഞാൻ ഈ സ്റ്റെപ്പ് വേറെ ഒരു വീഡിയോയിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കാല് കേട്ടോ. ഇനി എൻ്റെ കൈ വരുന്നത് വൺ സൈഡ് കേട്ടോ. മാറി വരല്. അപ്പോൾ ഇനി എൻ്റെ കൈ അതുപോലെ തന്നെ ഒഴുക്കിയ നമ്മൾ എടുക്കുക കേട്ടോ. ഈ സ്റ്റെപ്പ് നമ്മൾ സ്പീഡ് എടുക്കുമ്പോൾ ഒന്ന് ഒഴുക്കിയ എടുക്കാമല്ലോ കേട്ടോ. കൈ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ കണ്ടോ. കാലിൻ്റെ കൂടെ തന്നെ കൈ ഇങ്ങനെ മാറി എടുക്കല് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റിൻ്റെ സ്ലോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരല് കേട്ടോ. കൈയും കൂടെ ഇങ്ങനെ വർക്കാവുന്നുണ്ട് നമ്മൾ കൈ. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് സ്പീഡൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ഇത് നമ്മൾ നല്ല ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് നല്ല ബോഡിയൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആകുമ്പോൾ നമ്മൾ ഇതേ കണക്ക് ഇങ്ങനെ ഒഴുക്കി എടുക്കാൻ പറ്റും. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒഴുക്കിയെടുക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ അയ്യോ ചെയ്യുന്നത് ശരിയായില്ല എന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റെപ്പ് വെച്ചാണ് എടുക്കുക വെച്ചാൽ അങ്ങനെ എടുത്താൽ മതി. നമ്മൾ എന്ത് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ ബോഡി ഫ്ലെക്സിബിൾ ആവുന്നതനുസരിച്ച് നമ്മൾ എടുക്കുന്ന മൂവ്മെൻറ്റ്സൊക്കെ ഈസി ആയിക്കോളും. അത് ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്തൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളെ ബോഡി ഒരുവിധം ഓക്കെ ആവും ഈ സൂംബൊക്കെ ചെയ്യുമ്പോൾ. എന്നിട്ട് ഞാനിപ്പോൾ 10 വെച്ചെടുത്തുള്ളൂ. നിങ്ങൾക്ക് എത്ര ഉണ്ടെങ്കിലും എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് പറയണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമുക്കറിയാലോ സൂംബ വെച്ചാൽ ഫുൾ ബോഡി വർക്കൗട്ടാണ്. നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാല്, വയറിൻ്റെ ഭാഗം, നടുവിൻ്റെ ഭാഗം, കൈയൊക്കെ വർക്കാവുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെപ്സായിട്ട് ഞാൻ വേറൊരു വീഡിയോ വരാം കേട്ടോ. അപ്പോൾ ചാനലിനകത്തായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ഹെൽത്തി ആക്കി വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.